വൺ ആണ് പൈലറ്റ് സർവേ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സർവേ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ള മെത്തേഡ്സ് ഒക്കെ പഠിച്ചു അല്ലെ. നെക്സ്റ്റ് വൺ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് വാട്ട് ഈസ് പൈലറ്റ് സർവേ. പൈലറ്റ് സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നോക്കാം. When questionnaire is ready, നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് questionnaire ഉണ്ടാക്കണം. നമ്മൾ questionnaire ഒക്കെ ഉണ്ടാക്കി ഒരു 30 questions വെച്ച് നമ്മളൊരു questionnaire schedule prepare ചെയ്തു എന്ന് വെക്കാം. It is always advisable to try out the questionnaire or schedule a limited number of informants which is known as pilot survey or pre-testing of the questionnaire. അപ്പൊ നമുക്ക് വേണ്ടത് ആക്ച്വലി ഒരു 500 റെസ്പോണ്ടൻസിന്റെ നിന്നാണ് നമുക്ക് ഈ ആൻസർ വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി എന്ത് ചെയ്യണം? ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനെയറിനെ ടെസ്റ്റ് ചെയ്യണം. ക്വസ്റ്റ്യനെയർ എന്ത് ചെയ്യണം? വി വാണ്ട് ടു ടെസ്റ്റ് ദ ക്വസ്റ്റ്യനെയർ among few peoples. ഓക്കെ, ഒരു സാമ്പിൾ നടത്തണം. ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മുടെ അമ്മമാരൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ കുറേ പേര് വരികയാണെങ്കിൽ അതിന് മുമ്പ് എന്ത് ചെയ്യും? നമുക്ക് ഒരെണ്ണം തരും അല്ലേ, അത് ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? പൈലറ്റ് സർവേ. ദാറ്റ് ഈസ് പ്രീ ടെസ്റ്റിംഗ് ഓഫ് ദി ക്വസ്റ്റ്യനെയർ. എന്താണ് പറയുന്നത്? ദാറ്റ് ഈസ് പ്രീ ടെസ്റ്റിംഗ് ഓഫ് ദി ക്വസ്റ്റ്യനെയർ. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ക്വസ്റ്റ്യനെയർ നമ്മൾ എന്ത് ചെയ്യാണ്? വി ആർ പ്രീ ടെസ്റ്റിംഗ് ഇറ്റ്. നമ്മളത് നേരത്തെ തന്നെ പ്രീ ടെസ്റ്റ് ചെയ്യാണ്. ഫൈൻ. സോ വാട്ട് ഈസ് എ സെൻസസ് ആൻഡ് സാമ്പിൾ സർവേ? ഒരു സെൻസസ് ആൻഡ് സാമ്പിൾ സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഇത്രയും നേരം നമ്മൾ സർവേയും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി സെൻസസും സാമ്പിൾ സർവേയും എന്താണ്? സെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ? എല്ലാ 10 years കൂടുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് അല്ലെ എല്ലാ കാര്യങ്ങളും നോക്കാൻ എടുക്കുന്നതാണ് സെൻസസ്. അപ്പൊ സെൻസസ് എന്തുകൊണ്ടാ 10 കൊല്ലം കൂടുമ്പോൾ എടുക്കണേ? കാരണം അത് ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വലിൽ നിന്നും സെലക്ട് ചെയ്യണം, ഡാറ്റ കളക്ട് ചെയ്യണം. അതുകൊണ്ടാണ് സെൻസസ് വലിയൊരു സമയം എടുത്ത് നമ്മൾ ചെയ്യുന്നത്. സാമ്പിൾ സർവേ എന്ന് പറഞ്ഞാൽ എന്താ? സാമ്പിൾ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം കുറച്ചാണ് അല്ലെ. സോ വാട്ട് ആർ ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ സെൻസസ് ആൻഡ് സാമ്പിൾ സർവീസ് എന്ന് നോക്കാം. A complete enumeration of all the items in the population is known as census survey. Okay. നമ്മള് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇപ്പൊ ഒരു ലൊക്കാലിറ്റിയിൽ 100 ആണെങ്കിൽ 100 പേരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മള് ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് സെൻസസ് സർവേ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് കംപ്ലീറ്റ് എന്യൂമറേഷൻ. ഇതിനെ നമ്മൾ എന്തെന്നും പറയും? കംപ്ലീറ്റ് എന്യൂമറേഷൻ എന്നും പറയും. Fine. So a census survey means a survey that is നമ്മൾ എന്ത് ചെയ്യാണ്? Including all the informants. നമ്മൾ എല്ലാവരെയും all the items എന്താണ് പറയണത്? all the items. ഇതിനെയാണ് നമ്മൾ സെൻസസ് സർവേ എന്ന് പറയുന്നത്. പ്ലസ് നമുക്ക് എന്തും കൂടി ഉണ്ട്? വി ഓൾസോ ഹാവ് എ കംപ്ലീറ്റ് എന്യൂമറേഷൻ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കംപ്ലീറ്റ് എന്യൂമറേഷൻ. Then ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് സ്റ്റഡീസ് എവറി യൂണിറ്റ് ഇൻ ഡീറ്റെയിൽ. ഓരോ ആൾക്കാരെയും ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കും. ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദെൻ the result obtained will be highly accurate and more reliable. അതിൽ നിന്നും കിട്ടുന്ന റിസൾട്ട് അക്യുറേറ്റ് ആണ്, കറക്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ ഓരോ ആൾക്കാരുടെയും അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്. ആൻഡ് റിലയബിൾ, നമുക്ക് വിശ്വസിക്കാം, ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ? ഓരോ ആൾക്കാരുമാണ് പറഞ്ഞത്, നമ്മൾ കേട്ടറിഞ്ഞതോ പറഞ്ഞറിഞ്ഞതോ ഒന്നുമല്ല. വി ആർ ഡയറക്ട്ലി ടേക്കൺ ദ ഇൻഫർമേഷൻ ഫ്രം ഈച്ച് ആൻഡ് എവറി യൂണിറ്റ്, റൈറ്റ്? Then this method is free from sampling errors. Sampling errors എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ സാമ്പിളിംഗ് എററുകൾ ഒന്നും തന്നെ നമുക്ക് ഈ മെത്തേഡിൽ കാണാൻ സാധിക്കില്ല. Collected data are useful for further studies. Further studiesന് വേണ്ടിയിട്ട് നമ്മൾ കളക്റ്റഡ് ഡാറ്റാസ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് ഈസ് ടേക്കൺ അണ്ടർ കൺസിഡറേഷൻ. ഇറ്റ് ഈസ് മോർ റിലയബിൾ ആണ്, മോർ അക്യുറേറ്റ് ആണ്. ദെൻ ദിസ് മെത്തേഡ് ഈസ് ഫ്രീ ഫ്രം സാമ്പിളിംഗിൽ നിന്നും ഫ്രീ ആണ്. കളക്റ്റഡ് ഡാറ്റ ആർ യൂസ്ഫുൾ ഫോർ ഫർദർ സ്റ്റഡീസ്. ഫർദർ സ്റ്റഡീസിനും ഈ കളക്റ്റഡ് ഡാറ്റ യൂസ്ഫുൾ ആണ്. പക്ഷേ സെൻസസ് മെത്തേഡിന് കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. എന്തൊക്കെയാണ് ആ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. It involves a great deal of time, money and energy. എല്ലാവരുടെ കയ്യിൽ നിന്നും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണം അല്ലേ? So it will take what?
ടൈം എടുക്കും, മണി ആൻഡ് എനർജി, നമ്മുടെ ആരോഗ്യം, കാശ്, സമയം, ഇതെല്ലാം വേണം. അതുകൊണ്ടാണ് ഇന്ത്യയിൽ സെൻസസ് ഒക്കെ 10 വർഷം കൂടുമ്പോൾ എടുക്കുന്നത്. ഓക്കെ, then it requires a large army of enumerator. ഒരാളെ കൊണ്ട് മാത്രം ഇന്ത്യ ഫുൾ എടുക്കാൻ പറ്റുമോ? ഇല്ല, ലാർജ് ആർമി ഓഫ് എന്യൂമറേറ്റേഴ്സ് വേണം. എന്താ ടേം? ആർമി ഓഫ് എന്യൂമറേറ്റേഴ്സ്, ഒരുപാട് ആൾക്കാർ വേണം. then possibilities of statistical errors because of the voluminous data. ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഡാറ്റ എന്താണ്? ഭയങ്കര വലുതാണ് അല്ലെ, ഒരുപാട് വോളിയം ഉണ്ടാവും. അപ്പൊ ഇന്ത്യയുടെ സെൻസസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എത്ര കോടി ജനങ്ങളുണ്ടോ അത്രയും ജനങ്ങളുടെ സെൻസസ് എടുക്കണം. അപ്പൊ എന്താ, സ്റ്റാറ്റിസ്റ്റിക്കൽ എറർ വരില്ലേ? നമ്മുടെ അടുത്ത് 2+3 ആഡ് ചെയ്യാൻ പറയുന്നതും 2 + 4 + 7 + 16 + 23 ± 46 ഇങ്ങനെയൊക്കെ ആഡ് ചെയ്യാൻ പറയുമ്പോഴും നമുക്ക് എറേഴ്സ് വരില്ലേ? സോ എണ്ണം കൂടുതലുള്ളത് കൊണ്ട് തന്നെ എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. നോട്ട് അപ്ലിക്കബിൾ ഫോർ ഇൻഫിനിറ്റ് പോപ്പുലേഷൻ. ഇപ്പൊ ചൈന പോലുള്ള ഒരു രാജ്യം, ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തൊക്കെ ഇത്രയും ഇൻഫിനിറ്റ് പോപ്പുലേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പോയിട്ട് സെൻസസ് എടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല അല്ലെ, എന്നാലും നമുക്കൊരു അക്യുറേറ്റ് രീതിയിൽ നമ്മൾ എടുക്കുന്നുണ്ട്. Fine. So these are the major disadvantages of our census method. ഓക്കെ, അപ്പൊ അതിന് പ്രൈമറി മെത്തേഡിൽ ഒരു മെത്തേഡ് സെൻസസ് മെത്തേഡ് വരുന്നുണ്ട്. സെൻസസ് മെത്തേഡ് എന്ന് നമ്മൾ ഡയറക്ട്ലി കളക്ട് ചെയ്യാണ്. ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിന് അഡ്വാൻറ്റേജസും പറഞ്ഞു, ഡിസ്അഡ്വാൻറ്റേജസും പറഞ്ഞു. Then what is sample survey? സാമ്പിൾ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ എന്താണ് നമ്മൾ എടുക്കുന്നത്? സെൻസസ് മെത്തേഡിൽ നമ്മൾ ഈച്ച് ആൻഡ് എവറി പോപ്പുലേഷൻ ഇസ് ടേക്കൺ അണ്ടർ കൺസിഡറേഷൻ പറഞ്ഞു. പക്ഷെ സാമ്പിളിൽ വി ആർ ഓൺലി ടേക്കിംഗ് സം ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഓക്കെ, സാമ്പിൾ ആണ്. ഇപ്പോൾ ഒരു ലൊക്കാലിറ്റിയിൽ 50 ഹൗസസ് ഉണ്ടെങ്കിൽ നമ്മളൊരു സാമ്പിളിന് വേണ്ടി 20 ഹൗസസ് എടുത്തു. ഇപ്പൊ കൊറോണയൊക്കെ വന്നു പോയി അല്ലെ, ആ സമയത്തൊക്കെ ഈച്ച് ആൻഡ് എവറി ആൾക്കാരുടെ ഒരു സ്ഥലത്ത് കൊറോണ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തു? ഇല്ല, സാമ്പിൾ ആണ് കളക്ട് ചെയ്തത്. ഒരു ലൊക്കാലിറ്റിയിൽ 10 പേരുടെ സാമ്പിൾ അല്ലെങ്കിൽ ഒരു 20 ആളുടെ സാമ്പിൾ ആണ് നമ്മൾ എടുക്കുന്നത്. A sample refers to a group or section of the population or universe from which the information is to be obtained. നമ്മൾ എന്താണ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കും. ഇവര് വഴിയാണ് നമ്മൾ സാമ്പിൾ ചെയ്യുന്നത്. This is what we called as sample survey. Fine. Then what are the merit or advantages? ഇതിന്റെ മെറിറ്റ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്താണ് എന്ന് നോക്കാം. A sample survey can provide accurate information at a lower cost and in a shorter time. Okay, ഒരു ഷോർട്ടർ പീരീഡ് ഓഫ് ടൈമിൽ, ഒരു ഭയങ്കര ഷോർട്ടർ പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോവർ കോസ്റ്റിലും ഒരുപാട് സർവേ എടുക്കാനായിട്ട് പറ്റും. സാമ്പിൾ സർവേ വഴി എന്താണ്, നമ്മൾ എങ്ങനെയാണ് സർവേ എടുക്കുന്നത്? ബൈ യൂസിങ് ലോവർ കോസ്റ്റ് ആൻഡ് ഷോർട്ടർ ടൈം. ഒരു ലോവർ കോസ്റ്റിലും ഷോർട്ടർ ടൈമിലുമാണ് നമ്മൾ സാമ്പിൾ സർവേ എടുക്കുന്നത്. രണ്ടാമത്തെ എന്താണ്? സാമ്പിൾ സർവേ ആർ സ്മോളർ ഇൻ സൈസ് കമ്പയർഡ് ടു ദ പോപ്പുലേഷൻ. അല്ലെ, സാമ്പിൾ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ, നമ്മൾ സെൻസസ് മെത്തേഡിൽ ഇപ്പോൾ 100 crore ഉണ്ടെങ്കിൽ 100 crore ആൾക്കാരെ എടുക്കും സെൻസസിൽ. പക്ഷെ സാമ്പിൾ എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് 25 crore മതിയാവും. സോ ഇവിടെ സൈസ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? കുറവാണ്. റൈറ്റ്. Then as a smaller team of enumerator is required, it is easy to train and supervise them. എന്താണ് നമ്മൾ മറ്റേതിൽ പറഞ്ഞു, നമ്മുടെ സെൻസസ് മെത്തേഡിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? വി നീഡ് എ ആർമി ഓഫ് എന്യൂമറേറ്റർ അല്ലെ, ഒരു എന്യൂമറേറ്ററുടെ ആർമി തന്നെ വേണമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ നമുക്ക് സാമ്പിൾ സർവേയിൽ എന്തു മതി? വി ഓൺലി നീഡ് എ ഫ്യൂ എന്യൂമറേറ്റേഴ്സ്. നമുക്ക് വളരെ കുറച്ച് എന്യൂമറേറ്റേഴ്സ് മാത്രം മതി. അതുകൊണ്ട് തന്നെ ഇവരെ സർവേക്ക് വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർവൈസ് ചെയ്യാൻ സിമ്പിൾ ആണ്.
to supervise them for the survey is very simple. അപ്പോൾ ക്ലിയർ ആയോ എന്താണ് നമ്മുടെ സാമ്പിൾ സർവേ എന്നുള്ളത്? അപ്പം നമുക്ക് രണ്ട് രീതിയിൽ സെൻസസ് മെത്തേഡും ഉണ്ട്, സാമ്പിളിംഗ് സർവേ മെത്തേഡും ഉണ്ട്. സെൻസസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ടേക്കിംഗ് കംപ്ലീറ്റ് പീപ്പിൾ ഓഫ് ദി പോപ്പുലേഷൻ. കംപ്ലീറ്റ് പോപ്പുലേഷൻ നമ്മൾ എടുക്കും, ഓൾ ദ ഐറ്റം ഓഫ് ദ പോപ്പുലേഷൻ നമ്മൾ എടുക്കും. ഇതിന്റെ അഡ്വാൻറ്റേജസ് ആയിരുന്നു നമുക്ക് അക്യുറേറ്റ് ആണ്, റിലയബിൾ ആണ് അല്ലേ, നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും, സാമ്പിളിംഗ് എറർ ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അഡ്വാൻറ്റേജസിൽ നമ്മൾ എന്ത് പറഞ്ഞു? ടൈം കൺസ്യൂമിംഗ് ആണ്, മണി കൺസ്യൂമിംഗ് ആണ്, എനർജി കൺസ്യൂമിംഗ് ആണ്, ജോഗ്രഫിക്കൽ ഏരിയ വൈഡ് ആണെങ്കിൽ പറ്റില്ല അല്ലെ, ലാർജ് ആർമി ഓഫ് എന്യൂമറേറ്റേഴ്സ് വേണമെന്ന് നമ്മൾ പറഞ്ഞു. സാമ്പിൾ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് എന്യൂമറേഷൻ അല്ല, സാമ്പിൾ ഓഫ് യൂണിറ്റ്സ് അല്ലെ, ഒരു പോപ്പുലേഷന്റെ സം യൂണിറ്റ് ഈസ് ടേക്കൺ അണ്ടർ കൺസിഡറേഷൻ. ഇവിടെ എന്താണ്, ഇതിന് മെറിറ്റും ഡീമെറിറ്റും പറഞ്ഞു. കുറെ ആൾക്കാർ വേണ്ട, എന്യൂമറേറ്റേഴ്സ് ഒരുപാട് നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ സൂപ്പർവൈസ് ചെയ്യാൻ എളുപ്പമാണ്, സ്മോളർ ഇൻ സൈസ് ആയിരിക്കും, ലോവർ കോസ്റ്റും ഷോർട്ടർ ടൈമും ആണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജസും ഉണ്ടാവും അല്ലെ. എന്തൊക്കെയായിരിക്കും ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? യെസ്, നമുക്ക് ഡാറ്റ അക്യുറേറ്റ് ആവില്ല അല്ലെ, there is accuracy of data is not may be possible, reliability നമുക്ക് കുറവായിരിക്കും, സാമ്പിൾ ടേക്കൺ ഈസ് നോട്ട് കറക്റ്റ് ആയിരിക്കും, അങ്ങനത്തെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പൊ മനസ്സിലായില്ലേ എന്താണ് നമ്മുടെ സെൻസസ് എന്നും സാമ്പിൾ സർവേ എന്നും? ഈസ് ഇറ്റ് ഓൾ ക്ലിയർ ഫോർ യു? നെക്സ്റ്റ് വൺ ആണ് വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്. സാമ്പിളിംഗ് മെത്തേഡുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഫൈൻ, അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് സാമ്പിളിംഗ് ചെയ്യാം? There are mainly two methods. Another important part of this chapter, രണ്ട് മെത്തേഡാണ് അതിനും ഉള്ളത്. ദാറ്റ് ഈസ് റാൻഡം സാമ്പിളിംഗ് ആൻഡ് നോൺ റാൻഡം സാമ്പിളിംഗ്. ഏതൊക്കെ മെത്തേഡാണ്? റാൻഡം സാമ്പിളിംഗ് മെത്തേഡും നോൺ റാൻഡം സാമ്പിളിംഗ് മെത്തേഡും. അപ്പൊ എന്താണ് റാൻഡം സാമ്പിളിംഗ് ആൻഡ് നോൺ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് എന്ന് നോക്കാം. റാൻഡം സാമ്പിളിംഗ് ആണ് ആദ്യം എടുക്കുന്നത്. റാൻഡം സാമ്പിളിംഗ് മീൻസ് ഹിയർ ദേ ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ഓഫ് ഓൾ ദ പോപ്പുലേഷൻ. എല്ലാ പോപ്പുലേഷനും ഈക്വൽ ചാൻസും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയും ആണ്. എങ്ങനെയാ വരണേ നോക്കാം കേട്ടോ. ഇറ്റ് റെഫേഴ്സ് ടു ആസ് ടെക്നിക് ഇൻ വിച്ച് ഈച്ച് ആൻഡ് എവറി യൂണിറ്റ്, ടീച്ചർ ഇപ്പൊ പറഞ്ഞു അല്ലേ, ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് ഓഫ് ദ പോപ്പുലേഷൻ ഹാസ് ആൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ബി സെലക്ടഡ് ഇൻ ദ സാമ്പിൾ അല്ലേ. ഇപ്പൊ സപ്പോസ് നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർ വന്നിട്ട് ചോദിക്കുകയാണ്, നാളെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്, ഡാൻസ് കളിക്കുന്ന എല്ലാവർക്കും അതിൽ പങ്കെടുക്കാം. അതെന്താണ്? ആക്ച്വലി ഒരു റാൻഡം സാമ്പിളിംഗ് ആണ്. കാരണം എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എല്ലാവർക്കും ഡാൻസ് അറിയുമെങ്കിൽ എല്ലാവർക്കും പങ്കെടുക്കാം. അല്ലാണ്ട് ടീച്ചർ വന്നിട്ട് 5 പേർക്കേ പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ടോ? നോ, ഹിയർ ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് ഹാവ് ദി ഈക്വൽ ഓപ്പർച്യൂണിറ്റി, റൈറ്റ്? സോ each and every unit of the population has an equal opportunity to be selected in the sample. So random samples may be selected by two methods, that is lottery method and random number table. Lottery method um random number table um aanu ullathu. എന്താണ് ലോട്ടറി മെത്തേഡ് എന്ന് നോക്കാം. ലോട്ടറി എടുക്കുമ്പോൾ എന്താ ഉണ്ടാവണേ? എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ്. ഫസ്റ്റ് വരാനുള്ള ചാൻസ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതിന് നറുക്കിട്ടെടുക്കുന്ന ഒരാൾക്കാണ് എന്ത് പോകുന്നത്? ലോട്ടറി അടിക്കുന്നത്. സോ ലൈക്ക് ദാറ്റ് വാട്ട് ഇസ് എ ലോട്ടറി മെത്തേഡ് മീൻസ് എല്ലാ ഐറ്റവും ഷഫിൾ ചെയ്തൊരു ബോക്സിലിടും. ഫൈൻ, എല്ലാ ഐറ്റംസും എല്ലാവരെയും പേരെന്ത് ചെയ്യും? നമ്മളൊരു പേപ്പറിലാക്കി ഫോൾഡ് ചെയ്തൊരു ബോക്സിലിടും. അതിൽ നിന്നും നമ്മൾ അത് ഷഫിൾ ചെയ്തിട്ട് നമ്മളൊരു പേരെടുക്കും. ഇവിടെ എന്താണ്? ആ ഷഫിൾ ചെയ്ത് എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും മോളിൽ പോയാൽ, സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ നമ്മൾ ലക്കി ഡ്രോ അല്ലെ, ലക്കി ഡ്രോയിൽ എന്താണ്? നമ്മളൊരു ബോളിൽ എല്ലാം കൂടി എടുത്തിടും. അപ്പൊ അതിലിടുന്ന എല്ലാവർക്കും ചാൻസ് കൂടുതലാണ്, പക്ഷെ എടുക്കുന്ന ഒരാൾക്കാണ് ഗിഫ്റ്റ് ഉള്ളൂ. അതേപോലെ അണ്ടർ ദിസ് മെത്തേഡ് ഓൾ ഐറ്റം ഓഫ് ദ യൂണിവേഴ്സ് ആർ ന്യൂമറേറ്റഡ് ഓർ നെയിംഡ് ഓൺ സെപ്പറേറ്റ് സ്ലിപ്പ് ഓഫ് പേപ്പേഴ്സ്. എന്താണ് സംഭവിക്കുന്നത്? ഒരു സെപ്പറേറ്റ് സ്ലിപ്പ് ഓഫ് പേപ്പേഴ്സിൽ നമ്മൾ എല്ലാവരെയും എന്ത് ചെയ്യുന്നുണ്ട്? പേര് എഴുതുന്നുണ്ട്. ദീസ് സ്ലിപ്സ് ആർ ഫോൾഡഡ് ആൻഡ് മിക്സ്ഡ് അപ്പ് ഇൻ എ കണ്ടെയ്നർ. അപ്പൊ ഒരു സെപ്പറേറ്റ് സ്ലിപ്പിൽ എല്ലാവരെയും പേര് എഴുതുന്നു. ഇത് നമ്മൾ ഫോൾഡ് അപ്പ് ചെയ്ത് ഒരു കണ്ടെയ്നറിലാക്കുന്നു. എ ബ്ലിൻഡ് ഫോൾഡ് സെലക്ഷൻ ഈസ് ദെൻ മെയ്ഡ് ഫോർ ദ നമ്പർ ഓഫ് സ്ലിപ്പ് റിക്വയർഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഡിസൈർഡ് സാമ്പിൾ സൈസ്. ഇവിടെ എന്ത് സംഭവിക്കും? എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഷഫിൾ ചെയ്ത് ഒരു സാമ്പിൾ എടുക്കും.
ഇതിനെയാണ് നമ്മൾ ലോട്ടറി മെത്തേഡ്, ഈക്വൽ ചാൻസ് ഫോർ എവ്രി വൺ, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എവ്രി വൺ. ഫൈൻ. Then random number table. Random number tableും ഇതേപോലെ തന്നെയാണ്. ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ ടേബിൾ. ഒരു ടേബിളിന്റെ ഫോമാറ്റിലായിരിക്കും, ഇങ്ങനെയായിരിക്കും റാൻഡം നമ്പർ ടേബിൾ. ഓക്കെ, ഈ ടേബിളിൽ എന്തുണ്ടാവും? ഓരോ കോളത്തിലും റോയിലും ഒക്കെ നമ്മൾ ഓരോ നമ്പേഴ്സ് എഴുതും. ആ നമ്പർ സെലക്ട് ചെയ്യുന്ന ആൾക്ക് നമ്മൾ സാമ്പിൾ ആക്കി കൺസിഡർ ചെയ്യും. സോ സെവറൽ സ്റ്റാൻഡേർഡ് ടേബിൾസ് ഓഫ് റാൻഡം നമ്പേഴ്സ് ആർ അവൈലബിൾ. ദേ ഗ്യാരണ്ടി ആൻ ഈക്വൽ പ്രോബബിലിറ്റി ഓഫ് സെലക്ഷൻ ഓഫ് എവറി ഇൻഡിവിജ്വൽ യൂണിറ്റ് ഇൻ ദ പോപ്പുലേഷൻ. പോപ്പുലേഷനിലെ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ്. They are available in published form or generated using appropriate software package. ഇത് ഒന്നല്ലെങ്കിൽ അത് പബ്ലിഷ്ഡ് ഫോംസിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ എടുക്കാം? സോഫ്റ്റ്വെയർ, നമുക്ക് അതിനുള്ള സ്പെഷ്യൽ സോഫ്റ്റ്വെയർ പാക്കേജസ് ഉണ്ട്, അതിന് എടുക്കാം. അപ്പൊ ഇത് രണ്ടും എന്തിനാ ചെയ്യണേ? ലോട്ടറി മെത്തേഡ് ആണെങ്കിലും റാൻഡം നമ്പർ ടേബിൾ ആണെങ്കിലും നമ്മൾ ചെയ്യണത് റാൻഡംലി എങ്ങനെ സെലക്ട് ചെയ്യാം. അപ്പൊ സാമ്പിൾ എങ്ങനെ എടുക്കാം? രണ്ട് രീതിയിൽ എടുക്കാം. ദാറ്റ് ഈസ് റാൻഡം സാമ്പിളിംഗ് ആൻഡ് നോൺ റാൻഡം സാമ്പിളിംഗ്. ഇതിൽ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവ്രി പേഴ്സണും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ലോട്ടറി മെത്തേഡ് അല്ലെങ്കിൽ റാൻഡം നമ്പർ ടേബിൾ എന്ന് പറയുന്നത്. ലോട്ടറി മെത്തേഡ് എന്തായിരുന്നു? ഒരു ബോക്സിൽ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിൽ എല്ലാവരുടെയും പേരോ നമ്പറോ എഴുതി ഒരു സ്ലിപ്പ് ഇടും, അതിൽ നിന്നും ഫോൾഡ് ചെയ്തൊരെണ്ണം എടുക്കും. റാൻഡം നമ്പർ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ ടേബിൾ. അതിലും എല്ലാവരുടെയും നമ്പേഴ്സ് ഉണ്ടാവും, അതിൽ ഒരെണ്ണം എടുക്കുന്നു. ഇത് ഒന്നല്ലെങ്കിൽ പബ്ലിഷ്ഡ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ കിട്ടും? ഒരു സോഫ്റ്റ്വെയർ പാക്കേജിന്റെ കൂടെയും കിട്ടും. വാട്ട് ഈസ് നോൺ റാൻഡം സാമ്പിളിംഗ്? ഇതാണ് സാമ്പിളിംഗ്. അപ്പൊ ഇനി നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുമോ? നോ, ഇവിടെ എല്ലാവർക്കും ഈച്ച് പോപ്പുലേഷനും ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല. വി റാൻഡംലി സെലക്ടഡ് സം സാമ്പിൾസ്. ഇപ്പൊ ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ വന്നിട്ട് എണീക്ക് ആൻസർ പറ, ഇതൊക്കെ എന്താണ്? റാൻഡംലി സെലക്ട് ചെയ്യുക, നോൺ റാൻഡം ആണ് കേട്ടോ. Non-random sampling refers to a method in which all the unit of the population do not have an equal chance of being selected into the sample. Equal chance കിട്ടില്ല. Non-random എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? No equal chance. പക്ഷേ നമ്മുടെ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈക്വൽ ചാൻസ്. Fine. So, non-random sampling, all the unit of the population do not have an equal chance of being selected. Select ചെയ്യാൻ ഇവർക്ക് എല്ലാവർക്കും ഒരേപോലെയുള്ള ചാൻസ് ഇല്ല. The choice of the sampling item depends exclusively on the discretion of the investigator. Investigatorക്ക് തോന്നാണ് ഈ വീട്ടിൽ പോവാം, ഇനി ഇവിടെ പോവണ്ട, ഇനി 2 വീട് അപ്പുറത്ത് പോവാം. So it is depend upon the investigator's choice. Okay, എന്റെ ഇഷ്ടമാണ് എന്റെ സാമ്പിൾ ആരൊക്കെ ആവണം എന്നുള്ളത്. ഇപ്പൊ ചിലപ്പോഴൊക്കെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാ ലീഡറെ സെലക്ട് ചെയ്യുക? ടീച്ചർ വന്നിട്ട് ഒരു കുട്ടി അങ്ങോട്ട് ലീഡർ ആക്കൂ അല്ലെ? ദാറ്റ് ഈസ് നോൺ റാൻഡം സാമ്പിളിംഗ്. പക്ഷെ എല്ലാവർക്കും സാമ്പിള് ലീഡർ ആവാനുള്ള ചാൻസ് ഉണ്ടോ ചോദിച്ചാലുണ്ട്. ചിലപ്പോൾ ടീച്ചർ വന്നിട്ട് ടീച്ചറുടെ ഇഷ്ടത്തിന് ഒരാളെ ലീഡർ ആക്കും. ദിസ് ഈസ് വാട്ട് വി കോൾഡ് ആസ് non-random sampling. So sampling and non-random sampling is a two important part of this chapter. That sampling means here all the units have equal chance. എല്ലാ പോപ്പുലേഷനും ഈക്വൽ ചാൻസ് ഉണ്ട്. സാമ്പിളിങ്ങിനെയാണ് നമ്മൾ 2 രീതിയിൽ റാൻഡം സാമ്പിളിംഗ്, നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇല്ല, റാൻഡം സാമ്പിളിംഗ് ആണ് ഈക്വൽ ചാൻസ്, നോൺ റാൻഡം സാമ്പിളിംഗ് നോട്ട് ഈക്വൽ ചാൻസ് ആണ്. റാൻഡം സാമ്പിളിങ്ങിന് നമുക്ക് 2 മെത്തേഡ് ഉണ്ട്, ലോട്ടറി മെത്തേഡും റാൻഡം നമ്പർ ടേബിളും. നോൺ റാൻഡം സാമ്പിളിങ്ങിന് എന്താണ്? മെത്തേഡ് ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഒരു സാമ്പിൾ സെലക്ട് ചെയ്യാണ്. വി ആർ സെലക്ടിങ് ദ സാമ്പിൾ. ഇൻവെസ്റ്റിഗേറ്റർ ഈസ് സെലക്ടിങ് ദ table that depends upon his choice. Okay, sample he is selecting depends upon his choice. Okay, fine. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ടോപ്പിക് ആണ് സാമ്പിളിംഗ് ആൻഡ് നോൺ സാമ്പിളിംഗ് എറേഴ്സ്. സാമ്പിളിംഗ് എററുകളും നോൺ സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത്. നമ്മൾ എന്ത് പറഞ്ഞു? സാമ്പിൾ ചെയ്യാം, അതേപോലെ നമുക്ക് റാൻഡം സാമ്പിൾ ചെയ്യാം, നോൺ റാൻഡം സാമ്പിൾ ചെയ്യാം. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് വരും? എററുകൾ വരും, തെറ്റുകൾ വരും. അതെന്താ നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ, സാമ്പിളിംഗ് എറർ. സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
The error arising due to drawing inferences about the population on the basis of few observation is termed as sampling error. ഓക്കെ, എന്താണ് സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷനെ വെച്ച്, നമ്മൾ സെലക്ട് ചെയ്ത ആൾക്കാരെ വെച്ച് നമ്മൾ എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ ചെയ്യുമ്പോൾ അതിനൊരു എറർ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്. എന്താണ്? an error arising due to, എപ്പോഴാണ് ഇത് വരുന്നത്? ഡ്രോയിങ് ഇൻഫറൻസസ്. ഇൻഫറൻസസ് പറഞ്ഞാൽ കൺക്ലൂഷൻ എന്നൊക്കെ അർത്ഥം കേട്ടോ. നമ്മള് ഒരു ഡാറ്റയിൽ നിന്നും ഒരു കൺക്ലൂഷൻ ഡിറൈവ് ചെയ്തെടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഒബ്സർവേഷനിൽ മിസ്റ്റേക്ക് വന്നാൽ അതിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്. ഫൈൻ. In other words, sampling error refers to the difference between sample value and the actual value. For example, sample value 140യും ആക്ച്വൽ വാല്യൂ 120യും ആണെങ്കിൽ എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു മിസ്മാച്ച് വന്നു. ഈ മിസ്മാച്ചിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്. ഫൈൻ. അപ്പോൾ സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ വാല്യൂ ഓർ ആക്ച്വൽ വാല്യൂ അങ്ങനെയും പറയാം. അല്ലെങ്കിൽ when we are drawing inferences, നമ്മൾ ഒരു ഇൻഫറൻസസ് എടുക്കുകയാണ് എന്ന് വെക്കാം. when we are drawing inferences, so there happen some errors, it is known as sampling errors. അതിനെ നമുക്ക് സാമ്പിളിംഗ് എറർ എന്ന് പറയാം. Then what is non-sampling errors? എന്താണ് സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞു. ഇനി നോൺ സാമ്പിളിംഗ് എറർ എന്താന്ന് നോക്കാം. സാമ്പിളിംഗ് എററെ സംബന്ധിച്ച് നോക്കുമ്പോൾ, ആസ് വി ആർ കമ്പയറിംഗ് ടു സാമ്പിളിംഗ് എറേഴ്സ്, നോൺ സാമ്പിളിംഗ് എറർ ഈസ് മോർ സീരിയസ്. നോൺ സാമ്പിളിംഗ് എററുകളാണ് സീരിയസ് ആവുക. That non-sampling error are more serious than sampling error because a sampling error cannot be minimized. എന്താണ് ഒരു നോൺ സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്? നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നോൺ സാമ്പിളിംഗ് എറർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മിനിമൈസ് ചെയ്യാൻ സാധിക്കില്ല. എറേഴ്സ് ഡ്യൂ ടു മിസ്റ്റേക്സ് വിത്ത് ഫ്രെയിമിംഗ് ടേബിൾസ് ആൻഡ് ഡാറ്റ എൻട്രി വിൽ എഫക്ട് ദ ഫൈനൽ റിസൾട്ട്. നമ്മളൊരു സ്ഥലത്ത് പോയി ഒരു ഡാറ്റ കളക്ട് ചെയ്തു അല്ലെങ്കിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരിക്കലും അത് മാറ്റാൻ പറ്റില്ല. അത് ഫൈനൽ റിസൾട്ടിനെ എഫക്ട് ചെയ്യും. സം ഓഫ് ദ നോൺ സാമ്പിളിംഗ് എറർ ആർ ഗിവൺ ബിലോ. ചില എന്താണ് നോൺ സാമ്പിളിംഗ് എറർ എന്ന് നോക്കാം. ഒന്നാമത്തെ എറർ ഇൻ ഡാറ്റ അക്വിസിഷൻ. എന്താണ്? നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തതിൽ എറർ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ നോൺ സാമ്പിളിംഗ് എറർ. ഫൈൻ. This type of error takes place due to recording of incorrect responses. നമ്മൾ തെറ്റായ രീതിയിലാണ് റെസ്പോൺസ് മാർക്ക് ചെയ്യുന്നെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാനായിട്ട് പറ്റും? നോൺ സാമ്പിളിംഗ് എറർ. സപ്പോസ് +1 പഠിക്കുന്ന 4 കുട്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ +1 പഠിക്കുന്ന 5 കുട്ടികൾ എഴുതി. ദാറ്റ് ഈസ് എ നോൺ സാമ്പിളിംഗ് എറർ. Suppose a teacher asks the students to measure the length of the classroom. ക്ലാസ്റൂമിന്റെ ലെങ്ത് മെഷർ ചെയ്യാൻ കുട്ടികളോട് പറഞ്ഞാൽ the measurement of the students may differ. അല്ലെ, ഓരോ കുട്ടികളുടെയും മെഷർമെന്റ് എത്രയായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ബിക്കോസ് എന്താണ്? the difference may occur due to differences in the measuring type, carelessness on the part of students. അല്ലെ, എല്ലാവരും ടേപ്പ് വെച്ചത് ശരിയാവണമില്ല, അവർക്ക് കെയർലെസ് ഉണ്ടാവാം. സോ ഇതും എന്താണ്? ഇതിന്റെ ഒരു പ്രശ്നമാണ്. സോ എറേഴ്സ് ഇൻ ഡാറ്റ അക്വിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദിസ് ടൈപ്പ് ഓഫ് എറർ ടേക്സ് പ്ലേസ് ഡ്യൂ ടു റെക്കോർഡിംഗ് ഓഫ് ഇൻകറക്റ്റ് റെസ്പോൺസസ്. നമ്മുടെ ഇൻകറക്റ്റ് റെസ്പോൺസസ് ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാവുന്നത് ഒരു നോൺ സാമ്പിളിംഗ് എറർ ആണ്. ഫൈൻ. രണ്ടാമത്തെ എന്താ? നോൺ റെസ്പോൺസ് എറർ. നോൺ റെസ്പോൺസ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദിസ് ടൈപ്പ് ഓഫ് എറർ ഒക്കർ എപ്പോഴാണ് വരിക? when an interviewer is unable to contact a person included in the sample or a person in the sample does not respond. നമ്മളൊരു വീട്ടിൽ പോയി നമുക്ക് 130 സാമ്പിൾ വേണം, നമ്മൾ 110 സാമ്പിൾ എത്തിയപ്പോൾ പിന്നെ ആരും നമ്മൾ ചോദിക്കുന്നതിന് ഉത്തരം പറയുന്നില്ല. the respondents are not responding. അപ്പോൾ ആക്ച്വലി എന്ത് സംഭവിക്കും? there happens an നോൺ റെസ്പോൺസ് എറർ. ഇതിനെയാണ് നമ്മൾ നോൺ റെസ്പോൺസ് എറർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് റെസ്പോൺസ് കിട്ടുന്നില്ല, ഒരു കാര്യം. രണ്ടാമത്തെ, നമ്മൾ വിചാരിച്ച ആളെ നമുക്ക് കാണാൻ പറ്റിയില്ല.
നമുക്കിപ്പോൾ ദുബായിലുള്ള ഒരാളെ കാണണം, അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ നിന്നാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് നമുക്ക് റെസ്പോണ്ട് വേണ്ടെങ്കിൽ, അദ്ദേഹത്തിനെ കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ എ നോൺ റെസ്പോൺസ് എറർ. അപ്പൊ ഇവിടെ എന്തൊക്കെ സിറ്റുവേഷൻ ആണ്? അണേബിൾ ടു കോണ്ടാക്ട് എ പേഴ്സൺ, ഒരു പേഴ്സണെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാനും സാധിച്ചില്ല, അതേപോലെ തന്നെ സാമ്പിൾ ഡസ് നോട്ട് റെസ്പോണ്ട്. ഓക്കെ, പേഴ്സൺ ഇൻ ദ സാമ്പിൾ, നമ്മുടെ സാമ്പിളിലുള്ള പേഴ്സൺ റെസ്പോണ്ടും ചെയ്യുന്നില്ല. ആദ്യത്തെ എന്തായിരുന്നു? എറേഴ്സ് ഇൻ ഡാറ്റ അക്വിസിഷൻ ആണ്. എറേഴ്സ് ഇൻ ഡാറ്റ അക്വിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഡാറ്റ അക്വയർ ചെയ്യുന്നത് തെറ്റിപ്പോയാൽ എല്ലാം തെറ്റിപ്പോകുന്നു. രണ്ടാമത്തെ നോൺ റെസ്പോൺസ് എറർ ആണ്. തേർഡ് വൺ സാമ്പിളിംഗ് ബയസ്. സാമ്പിളിംഗ് ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദിസ് എറർ ഹാപ്പൻസ് when the sampling plan is such that a few persons of the target population could not be included in the sample due to some reasons. കുറച്ച് കാരണങ്ങൾ കൊണ്ട് കുറച്ച് പോപ്പുലേഷനെ നമുക്ക് സാമ്പിളിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് സാമ്പിൾ ബയസ്. ഓക്കെ, കുറച്ച് ആൾക്കാരെ നമ്മൾ സാമ്പിളിൽ ഉൾപ്പെടുത്തുന്നില്ല, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാമ്പിളിംഗ് ബയസ്. ഡ്യൂ ടു സം റീസൺ, കുറച്ച് റീസൺസ് ഉള്ളതുകൊണ്ട് കുറച്ച് ആൾക്കാരെ നമ്മൾ ഉൾപ്പെടുത്തിയില്ല. ഓക്കെ, ഇതിനെയാണ് നമുക്ക് സാമ്പിളിംഗ് ബയസ് എന്ന് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത്? സാമ്പിളിംഗ് എന്താണ്, നോൺ സാമ്പിളിംഗ് എററുകൾ എന്താണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? സാമ്പിളിംഗ് എററുകളേക്കാൾ പ്രശ്നമാണ് നോൺ സാമ്പിളിംഗ് എററുകൾ. എന്തൊക്കെയാണ് നോൺ സാമ്പിളിംഗ് എറർ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺക്ലൂഷൻ എഴുതുമ്പോൾ എന്താണ്, ഇൻഫറൻസസ് വരുമ്പോൾ എറർ വന്നാൽ സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞു. ആക്ച്വൽ വാല്യൂം നമ്മുടെ സാമ്പിൾ വാല്യൂം ഡിഫറൻസിന്. നോൺ സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ അതിൽ തുടക്കം തന്നെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ വന്നാൽ അതിന് നമ്മൾ നോൺ സാമ്പിളിംഗ് എറർ. ഡാറ്റ അക്വയർ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ, ഒരു ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷനെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഇതിനെയൊക്കെ നമ്മൾ എന്തെന്ന് പറഞ്ഞു? നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയും. ക്ലിയർ ആയോ? അപ്പൊ സാമ്പിളിംഗ് എററുകൾ എന്താണ്, നോൺ സാമ്പിളിംഗ് എറർ എന്താണെന്ന് ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണ് സെൻസസ് ഓഫ് ഇന്ത്യ ആൻഡ് NSSO. ഓക്കെ, അപ്പൊ എന്താണ് സെൻസസ്? നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത്, ഇന്ത്യ പോലുള്ള ഒരു കൺട്രിയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്യാൻ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ട്. ഫൈൻ, നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ കളക്ട് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ഏജൻസീസ്, പീപ്പിൾ അല്ല ഏജൻസീസ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഏജൻസീസ്. ഈ ഏജൻസീസ് ഏതൊക്കെയാന്ന് നോക്കാം. ദാറ്റ് ഈസ് സെൻസസ് ഓഫ് ഇന്ത്യ. ഏതാണ്? സെൻസസ് ഓഫ് ഇന്ത്യ. ദെൻ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, ബോത്ത് ആർ ഇമ്പോർട്ടന്റ്. ദെൻ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് CSO, again important. Register General of India, RGI. Fine. Directorate General of Commercial Intelligence and Statistics, DGCIS, and Labor Bureau. So these agencies are conducting statistical data for India. ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ കളക്ട് ചെയ്യുന്ന ആൾ ആരാണ്? ഈ പറയുന്ന ഏജൻസീസ് ആണ്. സോ നോർമലി ഇവർ എന്താ ചെയ്യുക? ദേ വിൽ കളക്ട് ഡാറ്റ. സോ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സെൻസസ് ഒക്കെ വന്നത് 1951 എപ്പോഴാണ്? 1951 നമ്മൾ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സെൻസസ് വന്നത്. ദ സെൻസസ് ഈസ് ടേക്കൺ ഫോർ 10 years. എത്ര കൊല്ലത്തേക്കാണ് നമ്മൾ സെൻസസ് എടുക്കുന്നത്? 100 years. 10 years ആണ്, 10 കൊല്ലാണ് കേട്ടോ, 100 അല്ല, 10 കൊല്ലം കൂടുമ്പോഴാണ് എടുക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മൾ സെൻസസ് എപ്പോഴാണ് വന്നത്? 1951, ആഫ്റ്റർ ആർ ഇൻഡിപെൻഡൻസ്, റൈറ്റ്? വാട്ട് ഈസ് NSSO? നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. NSSO was established to conduct national-wide survey on social economic issue. നമ്മുടെ നേഷന്റെ എല്ലാ സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ഒരു സെൻസസ് എടുക്കാനാണ് NSSO. NSSO means National Sample Survey Organization. Okay, to conduct census among the nation.
depends on the social and economic issues. Social economic issues ആയിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഡാറ്റ കളക്റ്റഡ് ആർ റിലീസ്ഡ് ത്രൂ റിപ്പോർട്ട്സ് ആൻഡ് ഇറ്റ്സ് ക്വാർട്ടർലി ജേർണൽ സർവേക്ഷണ. ഓക്കെ, എന്താണ് ഡാറ്റ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? ത്രൂ റിപ്പോർട്ടുകളിലൂടെയാണ് നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ്? ക്വാർട്ടർലി ജേർണൽ സർവേക്ഷണ വഴിയാണ്. ഓക്കെ, ഒരു 4 ക്വാർട്ടർ വെച്ചിട്ടാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. Then NSSO also provide periodic estimates. NSSO എന്തും കൂടെ കൊടുക്കുന്നുണ്ട്? ഒരു പീരിയോഡിക് എസ്റ്റിമേറ്റ്സും കൊടുക്കുന്നുണ്ട്. ഒരു പീരീഡിൽ ഒരു എസ്റ്റിമേറ്റ്സ് കൊടുക്കുന്നുണ്ട്. എന്തിനെയൊക്കെ കുറിച്ച്? ഓഫ് ലിറ്ററസി, നമ്മുടെ എഡ്യൂക്കേഷനെ കുറിച്ച്, സ്കൂൾ എൻറോൾമെന്റ്, എത്ര പേര് സ്കൂളിൽ പോകുന്നു, ദെൻ എംപ്ലോയ്മെന്റ്, നമ്മുടെ ജോലിക്കാര്യങ്ങള്, അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ, മൊർബിഡിറ്റി, മെറ്റേണിറ്റി, ചൈൽഡ് കെയർ, എന്താണ് നമ്മുടെ ശിശുമരണ നിരക്ക്, സാക്ഷരത, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, മൊർട്ടാലിറ്റി ഒക്കെ കുറിച്ച്. ദെൻ യൂട്ടിലൈസേഷൻ ഓഫ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PDS അല്ലെ, നമ്മുടെ റേഷൻ ഷോപ്സ് ഒക്കെ. അപ്പൊ PDS വഴി ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന NSSO ക്വാർട്ടർലി റിപ്പോർട്ട്സ് കൊടുക്കുന്നുണ്ട്. ഇതിൽ എന്തൊക്കെ പെടുന്നുണ്ട്? സോഷ്യൽ ഇഷ്യൂസും വരുന്നുണ്ട്, അതേപോലെ തന്നെ എക്കണോമിക് ഇഷ്യൂസും വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ആണ്. NSSO ഓൾസോ കളക്ട് ഡീറ്റെയിൽസ് ഓഫ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ആൻഡ് റീറ്റെയിൽ പ്രൈസസ്. ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിനെ കുറിച്ചും ഇവര് പഠിക്കുന്നുണ്ട്. ഫോർ വേരിയസ് ഗുഡ്സ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ. ഓക്കെ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഇതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഇൻഡെക്സ് നമ്പർ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനെ കുറിച്ചും CPI, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനെ കുറിച്ചും NSSO എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. ഫൈൻ. അപ്പൊ ഇത്രയാണ് NSSO. ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ഇത്രയും ഓർഗനൈസേഷൻ ആണ്. അതിൽ ഇന്ത്യയുടെ നാഷണൽ വൈഡ് റിപ്പോർട്ട് തരുന്നത് NSSO ആണ്. ഫൈൻ. അപ്പൊ നമ്മൾ എന്തൊക്കെ ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിച്ചു? ഇത്രയാണ് ഡാറ്റ കളക്ഷൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ. എങ്ങനെ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം, അതിൻ്റെ മെത്തേഡ്സ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ. പ്രൈമറി മെത്തേഡ് വഴിയും സെക്കൻഡറി മെത്തേഡ് വഴിയും നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. പ്രൈമറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ വി ആർ ഡയറക്ട്ലി കളക്ടിങ് ദ ഡാറ്റ. സെക്കൻഡറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇറ്റ് ഈസ് എ സെക്കൻഡ് ഹാൻഡ് ഡാറ്റയാണ്. ഫൈൻ. പ്രൈമറി മെത്തേഡ് ടെലിഫോണിക് കോൺവേഴ്സേഷൻ ഉണ്ട്, മെയിലിംഗ് ക്വസ്റ്റനെയർ ഉണ്ട്, അതേപോലെ പേഴ്സണൽ ഇന്റർവ്യൂസ് ഉണ്ട്. ഈ 3 മെത്തേഡും അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറഞ്ഞു. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് സർവേ എന്താണ്, ദെൻ ക്വസ്റ്റനെയർ എന്താണ്. ക്വസ്റ്റനെയറിൽ തന്നെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റനെയറും ഉണ്ട്, ക്ലോസ് എൻഡഡ് ക്വസ്റ്റനെയറും ഉണ്ട്. ഫൈൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പഠിച്ചു? സാമ്പിൾ എന്താണ് അല്ലെ. സാമ്പിൾ എന്താണ് എന്ന് പഠിച്ചു. സെൻസസ് എന്താണ് എന്ന് പഠിച്ചു. അതിന്റെ മെറിറ്റും ഡിമെറിറ്റും പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ എന്ത് പഠിച്ചു? സാമ്പിളിംഗ് എററുകള്. അതിലാണ് നമ്മൾ നോൺ റാൻഡം സാമ്പിളിംഗ് എറർ ഒക്കെ പഠിച്ചത്. ദെൻ ടു ദ ലാസ്റ്റ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള കുറച്ച് ഓർഗനൈസേഷൻസും അതിൻ്റെ ഫുൾ ഫോംസും അതിൻ്റെ NSSOയും എന്താണ് എന്ന് പഠിച്ചു. അപ്പൊ ഇത്രയേ ഉള്ളൂ ആക്ച്വലി ഈ ചാപ്റ്റർ. സിമ്പിൾ ചാപ്റ്റർ ആണ് അല്ലെ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിന് വെയിറ്റേജ് കൂടുതലാണ്. കളക്ഷനും അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ എപ്പോഴും റിപ്പീറ്റഡ്ലി ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ടെക്സ്റ്റ് ബാക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. Differentiate between primary data and secondary data. എന്താണ് primary data and secondary data? Data collected directly by the enumeree is called primary data. Data collected through by some other agencies is called secondary data. Example പറയാം. Then point out the advantages of sample method over the census method. എന്താണ്? സാമ്പിൾ മെത്തേഡ് ഈസ് ടൈം കൺസ്യൂമിംഗ് അല്ല, ലെസ് ടൈം കൺസ്യൂമിംഗ് ആണ്. ദെൻ ഷോർട്ടർ പീരീഡ് ഓഫ് ടൈം ആണ് അല്ലെ. കുറച്ച് ചുരുക്കം സമയത്ത് തന്നെ നമുക്ക് എടുക്കാം. ഷോർട്ടർ ഓഫ് പീരീഡ് ആണ്.
ഇതൊക്കെയാണ് നമുക്ക് എന്തിൽ പറയാൻ പറ്റുന്നത്, സാമ്പിൾ മെത്തേഡിൽ പറയാൻ പറ്റുന്നത്. ദെൻ പ്രിപ്പയർ എ സെമിനാർ റിപ്പോർട്ട് ഓൺ ദ ടോപ്പിക് മെത്തേഡ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ. ക്ലിയർ ആണ്. പ്രൈമറി ഡാറ്റ ക്യാൻ ബി കളക്റ്റഡ് ത്രൂ പേഴ്സണൽ ഇന്റർവ്യൂസ്, മെയിലിംഗ് ക്വസ്റ്റനെയർ, ടെലികോൺ ഓഫ് ഇൻഫർമേഷൻസ്. ഇനി ഈ 3 അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറഞ്ഞാൽ പോരെ? ക്ലിയർ ആയില്ലേ ആ പാർട്ടും? Then finally enumerate the different methods of sampling. Sampling methods ഏതൊക്കെയാണ്? അതിലാണ് നമുക്ക് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്സ് ഒക്കെ ഉള്ളത് അല്ലെ, നോൺ റാൻഡം സാമ്പിളിങ്ങും സാമ്പിളിംഗ് മെത്തേഡ്സും ഉള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്റർ. സിമ്പിൾ അല്ലേ ഈ ചാപ്റ്റർ ആക്ച്വലി? അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ പാർട്ട് ഒന്നും കൂടി എടുത്ത് നോക്കാം. ടീച്ചർ ഇന്ന് ഈ ക്ലാസ് എടുത്തതും ഈ പി ടി ഒക്കെ പ്രിപ്പയർ ചെയ്തതും നമ്മുടെ എക്സാം പോയിന്റിന്റെ ഗൈഡിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം പോയിന്റിന്റെ ഗൈഡും ഒന്ന് റെഫർ ചെയ്യുക. +1 ഫൈൻ. അതിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇതിന്റെ പ്രിസൈസ്ഡ് നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ചാപ്റ്റർ തറവാക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും നെക്സ്റ്റ് ചാപ്റ്ററിൽ കാണാം. സോ സ്റ്റേ ഹെൽത്തി. Thank you.